ഇന്ന് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഞാൻ കമ്പൽസറി ആയിട്ട് പറയണം, നിങ്ങൾ വീഡിയോസ് ഓൺ ആക്കി ഇരുന്ന് തന്നെ കേൾക്കുക. ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ലാത്ത ആളുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഓഫ് ആക്കി വെച്ചിട്ടിരുന്ന് കേൾക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ തൃശ്ശൂരാണ്, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഈ ഒരു ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്വ എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും സൂപ്പർ ബ്രാൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ ആ പ്രോഡക്റ്റ് എന്താണ്, ആ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ സംസാരിക്കുന്നതിന് മുന്നായിട്ട് എന്താണ് ഈ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു സമയത്ത് ഈ പ്രോഡക്ട്സിന്റെ റെലവൻസ്, ഏറ്റവും ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എൻ്റെ ഒരു സ്ക്രീൻ ഞാൻ ഇവിടുന്ന് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്കത് കാണാമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്നോട് ഒന്ന് പറയണം, ക്ലിയർ ആണെങ്കിൽ. കാണാം. ഫുൾ സ്ക്രീൻ ആണോ? യെസ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സോ വെൽക്കം ഓൾ, എല്ലാവരെയും ഇൻഡസ്വയുടെ നോ യുവർ കസ്റ്റമർ, നോ യുവർ പ്രോഡക്റ്റ്, നമ്മളുടെ നോ യുവർ പ്രോഡക്റ്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. നമ്മളുടെ പ്രോഡക്ട്സുകളെ കുറിച്ച് അറിയുക. ഓക്കെ, നമ്മൾ എന്താണ് നമ്മുടെ പ്രോഡക്ട്സ് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു കാലഘട്ടത്തിൽ ആളുകൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഒരു വാക്കാണ് വെൽനസ് ആൻഡ് ഇമ്മ്യൂണിറ്റി. വെൽനസ് ആൻഡ് ഇമ്മ്യൂണിറ്റി എന്താണ് ഇന്നത്തെ ടൈമിൽ ഇതിന്റെ ഒരു റെലവൻസ്? നമുക്കറിയാം, ഇപ്പൊ മഴക്കാലം തുടങ്ങാൻ പോവാണ്. ഒരുപാട് പകർച്ചവ്യാധികൾ, ബാക്ടീരിയാസും വൈറസും ഫംഗസ് ഒക്കെ വരുത്തുന്ന ഒരുപാട് പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാൻ പോകുന്ന ഒരു സമയമാണ് അല്ലെ? മഴക്കാലം ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും തന്നെ പല സ്ഥലത്തുനിന്നും മഞ്ഞപ്പിത്തം, അങ്ങനെ പല പല അസുഖങ്ങൾ നമ്മളിന്ന് കേട്ടു തുടങ്ങി. ഈ പറയുന്ന ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകളെല്ലാം നമുക്ക് വരുന്നത് നമ്മളുടെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിലാണ്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ ബാക്ടീരിയാസിനും വൈറസിനും ഫംഗസിനും ഒക്കെ നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഈ പറയുന്ന മൈക്രോ ഓർഗാനിസത്തിന് ജീവിക്കണമെങ്കിൽ ഒരു ശരീരം ആവശ്യമാണ്. നമ്മുടെ ശരീരം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ആദ്യത്തെ പോയിന്റ്, എന്താണ് ഇമ്മ്യൂണിറ്റി, എങ്ങനെ ഇമ്മ്യൂണിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഡിസീസുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, രക്ഷപ്പെടാൻ പറ്റും. ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഇൻഫെക്ഷ്യസ് ഡിസീസുകളാണ്. ഓക്കെ, 1 സെക്കൻഡ്. അപ്പോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ആദ്യമായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഹെർഡ് ഇമ്മ്യൂണിറ്റി ആണ്. നമുക്ക് എല്ലാവർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനമാണ് അല്ലെ? നമ്മുടെ ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനമാണ് നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ഇമ്മ്യൂണിറ്റി എന്താ ചെയ്യുക? നമ്മുടെ ശരീരത്തിൽ ഒരു ബാക്ടീരിയയോ വൈറസോ ഫംഗസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ മെറ്റീരിയലോ നമ്മുടെ ശരീരത്തിൽ കടന്നാൽ എന്ത് ചെയ്യും? അത് ശരീരത്തിൽ നിന്ന് അതിനെ കില്ല് ചെയ്യാനും പുറന്തള്ളാനുമുള്ള നാച്ചുറൽ ആയിട്ടുള്ള നടപടി സ്വീകരിക്കുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്നത്, പ്രതിരോധ സംവിധാനം. അപ്പൊ വിദേശത്ത് നിന്നൊക്കെ ബോർഡർ കടന്ന് ഏതെങ്കിലും ഭീകരന്മാർ ആക്രമിച്ച് കയറി കഴിഞ്ഞാൽ നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി അതിനെ ഫൈറ്റ് ചെയ്ത് കൊന്നുകളയും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി. പക്ഷെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്ക് ആണെങ്കിൽ എന്ത് പറ്റും? നമ്മളെ അറ്റാക്ക് ചെയ്ത് അത് കീഴടക്കും. ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈ ഒരു ടൈമിൽ ഭയങ്കര റെലവൻസ് ഉണ്ട്. കാരണം പകർച്ചവ്യാധികൾ അല്ലെന്നുണ്ടെങ്കിൽ കൊറോണ പോലെയുള്ള അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് നമുക്കറിയാം അത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തു, ഒരുപാട് ആളുകളുടെ ജീവൻ അപഹരിച്ചു. ഇതിന് കാരണം ഒരു സമൂഹത്തിന് മുഴുവനായിട്ട് വേണ്ടത്ര ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്യും. ഇതിന് കമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി എന്നാണ് വിളിക്കുക, ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോ നമ്മളുടെ ഒരു സമൂഹത്തിന് മൊത്തം ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കണമെങ്കിൽ 3 തരത്തിലാണ് നമുക്ക് ഇമ്മ്യൂണിറ്റി ഗെയിൻ ചെയ്യാൻ പറ്റുക. അതിൽ ഒന്നാമത്തെ മെത്തേഡ്, ഒരു പർട്ടിക്കുലർ വൈറസോ ഫംഗസോ എന്തിനെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു പ്രത്യേകതരം വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താവും? നമ്മൾ ഇമ്മ്യൂണൈസ്ഡ് ആയി എന്ന് പറയാൻ പറ്റും. അപ്പൊ അതേ വൈറസ് പിന്നെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ശരീരം ഓട്ടോമാറ്റിക്കലി അതിനെ പ്രിവെന്റ് ചെയ്യും. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്, ഒരു തവണ ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ശരീരത്തിൽ നെക്സ്റ്റ് ടൈം അതേ അറ്റാക്ക് വരുവാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ആന്റിബോഡീസ് നമ്മുടെ ശരീരം തന്നെ ഉത്പാദിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും.
അങ്ങനെയും നമുക്ക് ഇമ്മ്യൂണൈസ്ഡ് ആവാൻ പറ്റും. പക്ഷെ ഈ രണ്ട് കണ്ടീഷനിൽ ഒരു കുഴപ്പമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം വീക്ക് ആണെങ്കിൽ, നമുക്ക് വേണ്ടത്ര ആരോഗ്യം ഇല്ലെങ്കിൽ, ഹെൽത്ത് ഇല്ലെങ്കിൽ, ഈ രണ്ട് തരത്തിലൂടെയും നമുക്ക് ആന്റിബോഡീസ് ബോഡിയിൽ ഉണ്ടാവുമെങ്കിലും ഇത് വേണ്ടത്ര പവർഫുൾ ആവില്ല. അപ്പൊ എന്ത് പറ്റും? വീണ്ടും വീണ്ടും നമുക്ക് ഇൻഫെക്ഷൻസ് വരും. വാക്സിൻ എടുത്തിട്ടും രണ്ടാമത് അസുഖം വന്ന ആളുകളില്ലേ? കൊറോണ രണ്ടാമത് വന്നവരില്ലേ? ഒന്നും രണ്ടും ബൂസ്റ്ററും എടുത്തിട്ടും വീണ്ടും വന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരു തവണ വന്ന ആൾക്കാർക്ക് വീണ്ടും വരുന്നു. അപ്പോൾ ഇവിടെ ഇതിന് കാരണം എന്താണ്? അയാളുടെ ഹെൽത്ത് കണ്ടീഷൻ വീക്ക് ആയതുകൊണ്ട് ആ ഇമ്മ്യൂണിറ്റി വേണ്ട രീതിയിൽ ആളുടെ ശരീരത്തിൽ ഗെയിൻ ആയില്ല. മൂന്നാമത്തെ മെത്തേഡ് ആണ് ബൈ യൂസിങ് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സപ്ലിമെന്റ്സ്. ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള നമുക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന സപ്ലിമെന്റ്സ് എടുത്തുകൊണ്ട് നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുക എന്ന് പറയുന്ന മെത്തേഡ്. ഈ മൂന്നാമത്തെ മെത്തേഡിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പർട്ടിക്കുലർ വൈറസിനോ ഫംഗസിനോ വേണ്ടി മാത്രമുള്ളതല്ല. ഏതെല്ലാം വൈറസുകളോ ഫംഗസുകളോ ഒക്കെ വന്നാലും ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് വർക്ക് ചെയ്യാൻ എന്തിനു പറ്റും? ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സപ്ലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പറ്റും. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് സപ്ലിമെന്റ്സിന്റെ ഇമ്പോർട്ടൻസ് വളരെ ഹൈ ആണ്. ഓക്കെ, ദെൻ വെൽനസ് എന്ന് പറയുന്ന വാക്കാണ് അടുത്ത ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക്. എന്താണ് വെൽനസ്? വെൽനസ് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ബർത്ത് റൈറ്റ് ആണെന്ന് പറയുന്നത്. എല്ലാവരും ഒരു ജന്മ അവകാശമാണ്. എന്ത്? ആരോഗ്യത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, മനസ്സമാധാനത്തോടു കൂടി ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും അവകാശമാണ്. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക? എന്തുകൊണ്ട് ഇന്ന് ഈ വെൽനസ് എന്ന് പറയുന്ന വാക്കിന് ഇത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കറണ്ട് സെനാരിയോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്താണ് കറണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? നമ്മൾ ആരോഗ്യമുള്ള ആളുകൾ അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ആളുകളെ എടുത്തു കഴിഞ്ഞാൽ 5-ൽ ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട് എന്നാണ് പറയുന്നത്. 5-ൽ ഒരാൾക്ക് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്. പലർക്കും ഇത് അറിയില്ല എന്നൊരു മറ്റൊരു വസ്തുതയാണ്. പലർക്കും ഇത് അറിയില്ല. രണ്ടാമത്തെ ഇത് 60% ആളുകൾക്കും ഒന്നിലധികമോ ക്രോണിക് ആയിട്ടുള്ള ഹെൽത്ത് പ്രോബ്ലംസ്, അത് പക്ഷെ ഒരു ഹാർട്ട് പ്രോബ്ലം ആവാം, കിഡ്നി പ്രോബ്ലം ആവാം, ലിവറിന്റെ പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആവാം. മേജർ ആയിട്ടുള്ള ഒരു ക്രോണിക് കണ്ടീഷൻ 60% ആളുകൾക്കും ഉണ്ട്. മോസ്റ്റ്ലി പ്രിവെന്റബിൾ ആയിട്ടുള്ള കണ്ടീഷൻ. അതായത് നേരത്തെ തിരിച്ചറിയാൻ പറ്റുവാണെങ്കിൽ, നേരത്തെ അതിനുള്ള പ്രിക്കോഷൻ എടുക്കാൻ പറ്റുവാണെങ്കിൽ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്ന, പ്രിവെന്റ് ചെയ്യാൻ, അതിലേക്ക് എത്തിപ്പെടാതെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനിൽ 60%-ഓളം പേർക്ക് ക്രോണിക് കണ്ടീഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്ത പറയുന്നത് 90% ആളുകളും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണ്. പ്രീ ഡയബറ്റിക് എന്ന് പറഞ്ഞാൽ ഡയബറ്റിക്കിന് മുന്നുള്ള ഒരു ബോർഡർ ലൈൻ ഡയബറ്റിക്സ് അഥവാ സിൻഡ്രോം എക്സ് എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. 90% ആളുകൾക്കും പ്രമേഹ സംബന്ധമായിട്ട് യാതൊരു ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ടാവില്ല. പക്ഷെ പ്രമേഹം എന്തെല്ലാം ശരീരത്തിൽ ദോഷഫലങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ദോഷഫലങ്ങളെല്ലാം ഉണ്ടാക്കാവുന്ന ഒരു ഹെൽത്ത് കണ്ടീഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന സ്റ്റേജ്. നമ്മുടെ സമൂഹത്തിൽ പ്രമേഹമില്ല എന്ന് വിശ്വസിച്ചിരിക്കുന്ന 90% ആളുകളും പ്രീ ഡയബറ്റിക് സ്റ്റേജിലാണെന്നാണ് പറയുന്നത്. ആൻഡ് അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. 90% ആളുകളും കിഡ്നി ഡിസീസിന്റെ തുടക്കഘട്ടത്തിലാണ്. നമുക്കറിയാം കിഡ്നിയൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്കാണ് പോകുന്നത്. ഡയാലിസിസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നുള്ള ഓപ്ഷനെ നമ്മുടെ മുന്നിൽ പിന്നെയുള്ളൂ. മാറ്റി വെക്കുക ഭയങ്കര ചെലവേറിയതാണ്. അത് മാത്രമല്ല പലപ്പോഴും അതിൻ്റെ ഒരു സക്സസ് റേഷ്യോ ഒക്കെ വളരെ കുറവാണ്. ഇത് ഞാൻ പറയുന്ന കണക്കല്ല, ഫോർബ്സ് മാഗസിൻ പുറത്തുവിട്ട കണക്കുകളാണ് ഇത് പറയുന്നത്. ഇന്ന് കണ്ടീഷൻസ് ഓരോ ദിവസം കഴിഞ്ഞു പോകുന്തോറും ഇത് കൂടുതൽ കൂടുതൽ മോശമായിട്ടാണ് വരുന്നത്. ഇപ്പൊ ബെറ്റർ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത് മോശമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ന് നമ്മുടെ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന 2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നമാണ് ഇൻഫെക്ഷ്യസ് ഡിസീസുകൾ, അല്ലെങ്കിൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഒക്കെ വരുത്തുന്ന അസുഖങ്ങൾ. അപ്പൊ ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോബ്ലംസിനെ നമുക്ക് ഓവർകം ചെയ്യാം. രണ്ടാമത്തെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്? ഡീജനറേറ്റീവ് ഡിസീസസ്. എന്താ ഡീജനറേറ്റീവ് ഡിസീസ്? നമ്മളുടെ സെല്ലുലാർ ലെവലിൽ നമ്മുടെ ജീവിത ശൈലി കൊണ്ട് നമ്മുടെ കോശങ്ങൾ കേടുപാട് വന്ന് ആ കോശങ്ങളുടെ കേടുപാട് മൂലം നമുക്കറിയാം നമ്മുടെ ഓരോ ഓർഗൻസും ഉണ്ടാക്കിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കോശങ്ങൾ കൊണ്ടാണ്. അപ്പൊ സെല്ലുലാർ ലെവലിലുള്ള ഡാമേജ് മൂലം നമ്മുടെ ശരീരത്തിന് ഉണ്ടാവുന്ന ഡിസീസുകളാണ് ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ആൽഷിമേഴ്സ്, പാർക്കിൻസൺസ് തുടങ്ങിയിട്ടുള്ള ജീവിതശൈലി രോഗങ്ങളെല്ലാം തന്നെ ഇന്ന് ചെറിയ പ്രായത്തിൽ വരുന്നു. ഒരുപാട് കാലം അതുമായിട്ട് സ്ട്രഗിൾ ചെയ്ത് നരകിച്ച് ജീവിച്ച് മരിക്കുന്ന ആളുകളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജനറേഷനിൽ. ഏറ്റവും അധികം ഹാർട്ട് അറ്റാക്ക് വരുന്ന ആളുകൾ ഏത് പ്രായത്തിലുള്ളവരാ ഇന്ന്?
ചെറുപ്പക്കാരാണോ അതോ കുറച്ച് പ്രായമുള്ള ആൾക്കാരാണോ? ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് 25 വയസ്സിനും 45 വയസ്സിനിടയിലുള്ള ആൾക്കാർക്കാണ് ഏറ്റവും അധികം ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളുടെ റേഷ്യോ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്, ഡീജനറേറ്റീവ് ഡിസീസുകളുടെ റേഷ്യോ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് 2 പ്രധാന കാരണങ്ങളാണ് പറയുന്നത്. 2 തവണ നൊബേൽ പ്രൈസ് വിൻ ചെയ്തിട്ടുള്ള ഡോക്ടർ ലിനസ് പോളിംഗ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 98% ജീവിതശൈലി രോഗങ്ങൾക്കും ഉണ്ടാകാനായിട്ട് 2 പ്രധാന കാരണങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാരണം ശരീരത്തിൽ പലതരത്തിലുള്ള ടോക്സിൻസ് അക്യുമുലേറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും ശ്വസിക്കുന്ന വായുവിലൂടെയും ഒക്കെ നമ്മുടെ ശരീരം അല്ലെങ്കിൽ ഒക്കെ പലതരത്തിൽ എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്ന വിഷാംശങ്ങളാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. രണ്ടാമത് അദ്ദേഹം പറയുന്നുണ്ട് ഡ്യൂ ടു മിനറൽ ഡെഫിഷ്യൻസി. നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ അതിനകത്ത് ഒരുപാട് ഫാറ്റ് ഉണ്ടാവും, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവും, നമുക്ക് ആവശ്യമില്ലാത്ത കളേഴ്സും പ്രിസർവേറ്റീവ്സും ഒക്കെ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ആണ്, ടോക്സിൻസ് ഒരുപാട് അതിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസ്, ഫൈറ്റോ കെമിക്കൽസ്, അങ്ങനെയുള്ള മൈക്രോ ആൻഡ് മാക്രോ ന്യൂട്രിയൻസ്, ഫൈബേഴ്സ്, ഇതെല്ലാം വളരെ കുറവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ന്യൂട്രീഷണൽ ഗ്യാപ്പ് വരുന്നുണ്ട്, ഒരുപാട് ന്യൂട്രീഷന്റെ കുറവ് വരുന്നുണ്ട് നമ്മുടെ ശരീരത്തിൽ. അപ്പൊ ഈ കുറവ് പരിഹരിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരം വേണ്ട രീതിയിൽ റീജുവനേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. റീജുവനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. 2 പ്രോസസ്സുകളാണ് നമ്മുടെ ശരീരത്തിൽ, ഒന്ന് റിജുവനേഷനും 2 റീജനറേഷനും. റിജുവനേഷനും റീജനറേഷനും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പാർഷ്യലി ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഹെൽത്തി കണ്ടീഷനിലേക്ക് എത്തിക്കണം. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി ഡാമേജ് ആയിട്ടുള്ള കോശങ്ങൾക്ക് പകരം പുതിയ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാവണം. ഈ 2 പ്രോസസ്സ് സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കണമെങ്കിൽ, ഒന്ന്, നമ്മുടെ ശരീരത്തിലുള്ള അടിഞ്ഞുകൂടിയ ടോക്സിൻസ് പുറത്തു പോകണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ടോക്സിൻസ് റിമൂവ് ചെയ്യപ്പെടണം. 2, പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ട ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഇതിനോടൊപ്പം നമ്മൾ വേണ്ട ജീവിതശൈലിയിൽ വേണ്ട നെസസറി ആയിട്ടുള്ള മാറ്റങ്ങളും കൂടി നമ്മൾ വരുത്താൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിലേക്ക്, വെൽനസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് നമുക്ക് തിരിച്ചു പോകാന്നാണ് പറയുന്നത്. എന്താ വെൽനസ്? നമ്മുടെ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം, മാനസികമായിട്ടുള്ള ആരോഗ്യം, സോഷ്യലായിട്ട് നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇടപഴകുന്ന വ്യക്തികളുമായിട്ടുള്ള നല്ല ഒരു വെൽബീയിങ്, അതേപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഹെൽത്ത്, അതിന് അപ്പുറം സ്പിരിച്വൽ ആയിട്ടുള്ള വെൽബീയിങ്, ഇതെല്ലാം കൂടി ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? വെൽനസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മോശമായ ബാക്കിയുള്ളത് മോശമാവും. ശരിയല്ലേ? നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് വീക്കായ നമ്മുടെ മെന്റൽ ഹെൽത്ത് വീക്കാവും, നമ്മുടെ മെന്റൽ ഹെൽത്ത് വീക്കായ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് വീക്കാവും, ഓട്ടോമാറ്റിക്കലി നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ അത് ബാധിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ നമ്മൾ എല്ലാ തരത്തിലും ഒരു വെൽബീയിങ്ങിലായിരിക്കുക എന്നുള്ളതാണ് വെൽനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് വെൽനസിന്റെ കാര്യം പറയുമ്പോൾ 2 കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, വാട്ട് ഈസ് ഇൻ അവർ കൺട്രോൾ ആൻഡ് വാട്ട് ഈസ് നോട്ട് ഇൻ അവർ കൺട്രോൾ. എന്തൊക്കെയാണ് നമുക്ക് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ. നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മൾ എന്താ പറയാ, നല്ല ശുദ്ധമായിട്ടുള്ള വായു മാത്രമേ ഞാൻ ശ്വസിക്കുള്ളൂ എന്നൊരു തീരുമാനം എടുത്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? ഇനി ഭൂമിയിൽ പാടാണ്, പുറത്തേക്ക് എങ്ങനെയെങ്കിലും ചിലപ്പോൾ പോകേണ്ടി വരും. ശരിയാണോ അല്ലയോ? കാരണം എല്ലായിടത്തും എയർ വലിയ രീതിയിൽ പൊല്യൂട്ടഡ് ആണ്. 2, ശുദ്ധമായ വെള്ളം മാത്രമേ ഞാൻ കുടിക്കുന്നു വിചാരിച്ച് നമുക്ക് ഇന്ന് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? കുറച്ചൊക്കെ നമുക്ക് ഫിൽട്ടർ ചെയ്ത വെള്ളവും ഒന്ന് പ്യൂരിഫൈ ചെയ്ത വെള്ളമൊക്കെ കുടിക്കാം എന്നല്ലാതെ നമുക്ക് കിട്ടുന്ന വെള്ളം പോലും അതിന്റെ ഏറ്റവും പ്യുവർ ആയിട്ടുള്ള വെള്ളമൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്. അതിന് മൂന്നാമത്തെ കാര്യം, റേഡിയേഷൻ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് ഇനി അങ്ങോട്ട് മൊബൈൽ ഫോൺ ഇല്ലാതെ, ഇന്റർനെറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണും ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത് കൊണ്ട് തന്നെ റേഡിയേഷനിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കുക എന്നുള്ളതും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇനിയിപ്പോ നമ്മൾ മാറ്റി വെച്ചാലും അപ്പുറത്തുള്ളവർ വിചാരിക്കണ്ടേ? നമ്മളൊരു വിമാനത്തിലോ അല്ലെങ്കിൽ ഒരു ട്രെയിനിലോ ബസ്സിലോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ബാക്കിയുള്ളവർ വേണ്ടാന്ന് വെക്കുന്നില്ലല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു റേഡിയേഷൻ പൂളിൽ നമ്മൾ ജീവിക്കേണ്ട അവസ്ഥ തന്നെയാണ്.
അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നമ്മളുടെ കൺട്രോളിലല്ല. ആണോ? ഇതൊന്നും നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. എന്നാൽ നമ്മളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ? സമയത്ത് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. നമുക്ക് കഴിക്കാൻ വേണമെന്ന് വിചാരിച്ചാൽ. സമയത്ത് ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. നമുക്ക് കൃത്യമായ ഒരു സമയം വെച്ച് നമുക്ക് ആ ഒരു ടൈമിൽ കൃത്യമായിട്ട് ഉറങ്ങാൻ നമുക്ക് സാധിക്കും, നമ്മൾ അതിനു വേണ്ടി അല്പം മെനക്കെടാൻ തയ്യാറാണെങ്കിൽ. 3, കുറച്ച് വ്യായാമം ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ, കുറച്ച് നല്ല വ്യായാമം ചെയ്യാമെന്ന് തീരുമാനിച്ചാൽ അത് നമ്മളുടെ കൺട്രോളിലുള്ള കാര്യമാണ്. കുറച്ച് സമയം നമുക്ക് അതിനു വേണ്ടി മാറ്റി വെച്ചാൽ മതി. ഇതിനോടൊപ്പം നമ്മുടെ ശരീരത്തിന് കുറവ് വരുന്ന ഘടകങ്ങളെ കിട്ടാൻ ശരിയായ സപ്ലിമെന്റുകൾ കഴിക്കുക എന്നുള്ളതും കൂടി നമുക്ക് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമാണ്. നല്ല ഫുഡ്. ഒരു പരിധി വരെയൊക്കെയാണ് നമുക്ക് എത്രയൊക്കെ വീട്ടിൽ നട്ട് നനച്ചുണ്ടാക്കാൻ നമ്മൾ നോക്കിയാലും നമുക്ക് ഒരു ചെറിയ പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് ഓർഗാനിക് ആയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷം നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. അപ്പൊ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്താ പറയാ, ഒരുപാട് തരത്തില് വിഷമുക്തമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വരുന്ന ന്യൂട്രീഷണൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള സപ്ലിമെന്റേഷൻ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ മോഡേൺ സയൻസിന്റെ പിതാവ് അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കേണ്ടി വരുന്നു. നല്ല ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മരുന്ന് ഭക്ഷണം പോലെ. പല ആൾക്കാരും ഇല്ലേ മരുന്ന് ഭക്ഷണം പോലെ കഴിക്കുന്ന, പല തലത്തിൽ പല വലുപ്പത്തിൽ പല രൂപത്തിലുള്ള ഗുളികകൾ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ക്രമം തെറ്റാതെ കൃത്യസമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കൃത്യസമയത്ത് കൃത്യമായിട്ട് നല്ല ഭക്ഷണം കഴിച്ചിരുന്ന ഈ പ്രോബ്ലം വരില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിനൊക്കെ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അവിടെയാണ് ഇത്തരത്തിലുള്ള സപ്ലിമെന്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളത്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സപ്ലിമെന്റ്സിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്. ഈ പ്രോഡക്ട്സുകൾ നമുക്ക് 100% വിശ്വാസ്യതയോടുകൂടി ധൈര്യമായിട്ട് കഴിക്കാം. എന്താ കാരണം? ഇത് ഈ ഉൽപ്പന്നങ്ങളുടെ സേഫ്റ്റി ആൻഡ് എഫിക്കസി എന്ന് പറഞ്ഞാൽ, അത് ഈ ഒരു ഉൽപ്പന്നങ്ങൾ കഴിച്ചാൽ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടാവുമോ എന്ന് ഓൾറെഡി ക്ലിനിക്കലി ട്രയൽ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് അത്തരത്തിലൊന്നും ഉണ്ടാവില്ല എന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ളതാണ്. 2, ഇതിന്റെ എഫിക്കസി, ഇത് എത്രത്തോളം എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെയൊക്കെ ശരീരത്തിൽ വർക്ക് ചെയ്യും എന്നുള്ളതും ഓൾറെഡി ട്രയൽ ചെയ്ത് അപ്രൂവല് കിട്ടിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പൊ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ വാക്സിൻ എടുത്തു. കൊറോണ വന്നപ്പോൾ പെട്ടെന്നൊരു വാക്സിൻ ഉണ്ടാക്കി, ആ വാക്സിൻ എല്ലാവരും എടുത്തു. പക്ഷെ ഇന്ന് പറയുന്നു ആ വാക്സിൻ ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ട്. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി, ബ്ലഡ് ക്ലോട്ട് ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. അതിൽ കോവാക്സിൻ എടുത്ത ആൾക്കാർക്കൊക്കെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് എന്ന് ആര് പറഞ്ഞു? ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രയൽസ് ചെയ്തപ്പോൾ ഒരുപാട് ആളുകളിൽ ഈ പ്രോബ്ലംസ് വന്നപ്പോഴാണ് ഇന്ന് ഇങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഇൻഡസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ പ്രോഡക്ട്സും കഴിഞ്ഞ 10 വർഷമായിട്ട് മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിച്ച് 100% നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാക്കാത്ത പ്രൊഡക്ട്സ് ആണെന്ന് പ്രൂവ് ചെയ്ത പ്രൊഡക്ട്സ് ആണ്. അത് മാത്രമല്ല, ഈ ഉൽപ്പന്നങ്ങൾക്ക് ഹലാൽ സർട്ടിഫിക്കറ്റ്, കോഴ്സ് സർട്ടിഫിക്കേഷൻ, ISO 9001 2008 സർട്ടിഫിക്കേഷൻ, GMB സർട്ടിഫിക്കേഷൻ ഫോർ നമ്മളുടെ മാനുഫാക്ചറിങ്, അതുപോലെ തന്നെ ആയുഷ് പ്രീമിയം മാർക്ക് സർട്ടിഫിക്കേഷൻ. നമ്മളുടെ ഓരോ ഉൽപ്പന്നത്തിനും ആയുഷ് പ്രീമിയം മാർക്ക് സർട്ടിഫിക്കേഷൻ. അതിനും അപ്പുറം പറയുകയാണെങ്കിൽ പേറ്റന്റ്ഷിപ്പോട് കൂടിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ ധൈര്യമായിട്ട് കഴിക്കാം, യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഉണ്ടാവാതെ നമുക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാം. ഇനി എന്താണ് ഈ പ്രോഡക്ട്സിന്റെ സ്പെഷ്യാലിറ്റി? 4 പ്രധാന പ്രത്യേകതകളാണ് നമ്മുടെ പ്രോഡക്ട്സിനുള്ളത്. ഇതിൽ ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് 1, നമ്മുടെ ഉൽപ്പന്നങ്ങളെല്ലാം പ്രിവെന്റീവ് ആണ്. ഇത് ആരാ കഴിക്കേണ്ടത്? എനിക്കൊരു അസുഖം വരരുത്, അല്ലെങ്കിൽ എനിക്ക് ആരോഗ്യത്തോടെ ഇരിക്കണം, എനിക്ക് ഈ പറയുന്ന രോഗാവസ്ഥകളിലേക്ക് പോകരുത് എന്ന് ചിന്തിക്കുന്ന ആർക്കും, എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വരണ്ട, എനിക്ക് വളരെ ഹെൽത്തി ആയിട്ടിരിക്കണം, എനിക്ക് നല്ല ഉഷാറോട് കൂടി ഇരിക്കണം, എനിക്ക് നല്ല ഇമ്മ്യൂണിറ്റി വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ആർക്ക് വേണമെങ്കിലും ഈ പ്രോഡക്ട്സ് കഴിക്കാം. പ്രിവെന്റീവ് ആണ്. 2, ഹോളിസ്റ്റിക് ആണ്. ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഒരു പർട്ടിക്കുലർ ഒരു അവയവത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ഹോളിസ്റ്റിക് നമ്മളുടെ തല മുതൽ പാദം വരെ എവിടെയെല്ലാം കോശങ്ങളുണ്ടോ എല്ലാ കോശങ്ങളിലും വർക്ക് ചെയ്യാവുന്നതാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം. 3,
ആൾട്ടർനേറ്റീവ് ആയിട്ട് മാറാൻ ഇതിന് പറ്റും. എന്താ ആൾട്ടർനേറ്റീവ്? ഇന്ന് ഒരു പക്ഷേ നമ്മൾ പല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം പല മെഡിസിൻസ് ഒരു പക്ഷേ കഴിക്കുന്നുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ ആരോഗ്യം ബെറ്റർ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ മരുന്നുകൾക്ക് പകരക്കാരനാവാനും ഈ പ്രൊഡക്ട്സിന് പറ്റും. അപ്പൊ മരുന്നുകളെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മാറ്റി വെക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ആൾട്ടർനേറ്റീവ് ആവാനായിട്ട് ഇതിന് പറ്റും. ആൻഡ് ഫൈനലി കോംപ്ലിമെന്ററി ആണ്. കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ആയിരിക്കും. പക്ഷേ ആ ഒരു ഗുണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പല ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുന്നു. നോർമലി നമ്മൾ ഒരു മെഡിസിൻ കഴിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? പല ദോഷഫലങ്ങൾ, സൈഡ് എഫക്ട്സ് ആണ് നമുക്ക് ഉണ്ടാവുന്നതെങ്കിൽ ഇവിടെ നമുക്ക് സൈഡ് ബെനഫിറ്റ്സ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പൊ 4 പോയിന്റ്സ് ആണ് പറഞ്ഞത്: പ്രിവെന്റീവ്, ഹോളിസ്റ്റിക്, ആൾട്ടർനേറ്റീവ് ആൻഡ് കോംപ്ലിമെന്ററി. ഇതാണ് നമ്മുടെ പ്രോഡക്ട്സിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സൂപ്പർ ബ്രാൻഡ് പ്രൊഡക്റ്റ് ആണ് ഐപൾസ്. സൂപ്പർ ബ്രാൻഡ്. സൂപ്പർ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ $50 മില്യൺ മുകളിൽ വിറ്റുവരവുള്ള ഉൽപ്പന്നം. ഏകദേശം 350-400 കോടിയുടെ അടുത്ത് ഒരു വർഷത്തിൽ വിറ്റുവരവുള്ള ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഐപൾസ് ഇതൊരു പ്രീമിയം ബാലൻസ്ഡ് ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഒരു പ്രീമിയം ഹെൽത്ത് ഡ്രിങ്ക് ആണ്. ഇതൊരു പവർഫുൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. നമ്മുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വളരെ പവർഫുൾ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ആന്റി ഓക്സിഡന്റ് നമ്പർ വളരെ ഹൈ ആയിട്ട് നിലനിർത്താൻ ഇത് സപ്പോർട്ട് ചെയ്യും. ഇതിൽ 15ഓളം ഫ്രൂട്ട്സിന്റെ, അതിൽ 6ഓളം ബെറി ഫ്രൂട്ട്സ്, ബാക്കി നോൺ ബെറി ഫ്രൂട്ട്സ് ഇതിന്റെ ഒരു സയന്റിഫിക് ബ്ലെൻഡിങ് ആണ് ഈ ഐപൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഐപൾസ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. ഈ വാക്ക് 2 സ്ഥലത്ത് വളരെ പ്രസക്തമാണ്. അതിലൊന്ന്, നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡൻസിന്റെ അളവ് വളരെ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചാൽ അത് നമ്മളുടെ ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട് ഹാർട്ടിന്റെ ആരോഗ്യവും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റിയും ഗണ്യമായി കുറയ്ക്കുമെന്ന് സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. നമ്മളുടെ ഭക്ഷണത്തിൽ ആന്റി ഓക്സിഡൻസ് ധാരാളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആന്റി ഓക്സിഡൻസ് സ്കോർ ഹൈ ആയിട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യവും മെച്ചമായിട്ട് നിർത്താൻ പറ്റുമെന്ന് സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ ജീവിത ശൈലിയിൽ നമുക്കുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ഹൃദയം ഒരു പക്ഷേ തകരാറിലാവാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, പ്രമേഹം ഉണ്ടെങ്കിൽ, പ്രമേഹം ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ്. ഇത് ക്രമേണ നമ്മുടെ ഹൃദയത്തിന്റെ മസിലുകളെ ഹാർഡാക്കുകയും ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രോഗാവസ്ഥയാണ് ഡയബറ്റിക്സ് എന്ന് പറയുന്നത്. നമ്മൾ പുകവലിക്കുകയോ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളാണെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ ബാധിക്കുന്ന ഒരു ശീലമാണ്. നമ്മൾ അമിതമായിട്ടുള്ള മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനെ ബാധിക്കും. നമ്മളുടെ രക്തത്തിലെ കൊളസ്ട്രോൾ ലെവൽസ് വളരെ ഹൈ ആണെങ്കിൽ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ട്രൈഗ്ലിസറൈഡ്സ് ഇതെല്ലാം വളരെ ഹൈ ആണെന്നുണ്ടെങ്കിൽ രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. നമ്മൾ യാതൊരു തരത്തിലുള്ള വ്യായാമങ്ങളും ചെയ്യാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ ആരോഗ്യം റിസ്കിലാണ്. നമ്മൾ സ്വാദ് മാത്രം നോക്കി വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നമ്മുടെ ഹൃദയത്തിന്റെ ആരോഗ്യം മോശമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉറക്കം തീരെ ശരിയല്ല, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നുണ്ട് എങ്കിലും ഹൃദയത്തിന്റെ ആരോഗ്യം മോശമാകാം. ഇത്രയും കാര്യങ്ങൾ നമ്മളുടെ ശീലങ്ങളോ അസുഖങ്ങളോ നമ്മളുടെ ലൈഫ് സ്റ്റൈലോ ആണ്. ഇനി അടുത്ത കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക. ഇനി പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതൊരു പക്ഷേ ഹൃദയത്തിന്റെ ആരോഗ്യം മോശമാകുന്നതിന്റെ ലക്ഷണമാകാം. ഒന്ന്, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട്. നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു, പെട്ടെന്ന് കിതപ്പ് വരുന്നു, നമ്മൾ കിടക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കഫം കയറി വരുന്നു. ഇതെല്ലാം ഹൃദയാരോഗ്യം മോശമാകുന്നതിന്റെ ലക്ഷണമാകാം. നമ്മുടെ കാലുകളിൽ ഭയങ്കരമായിട്ടുള്ള നീര് വെക്കുന്നു, ഒരു പക്ഷേ ഹൃദയാരോഗ്യം മോശമാകുന്നതിന്റെ ലക്ഷണമാകാം. മുഖത്ത് ഭയങ്കരമായിട്ടൊരു വീർമത അനുഭവപ്പെടുന്നു,
ഹൃദയത്തിന്റെ ആരോഗ്യം മോശമാകുന്നതിന്റെ ലക്ഷണമാകാം. നമുക്ക് സ്ഥിരമായിട്ട് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഗ്യാസ്ട്രിക്കിന്റെ പ്രോബ്ലംസ് അനുഭവപ്പെടുന്നു, ഇതും ഹൃദയാരോഗ്യം മോശമാവുന്നതിന്റെ ലക്ഷണമാകാം. നമ്മളുടെ ഭാരം ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരണം, നമ്മുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ടെങ്കിലും അതും ഒരു പക്ഷേ ഹൃദയത്തിന്റെ ആരോഗ്യം മോശമാകുന്നതിന്റെ ലക്ഷണമാകാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ലക്ഷണങ്ങൾ, ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, നമ്മൾ ഹൃദയത്തിനെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. വളരെയധികം കെയർ ചെയ്യണം. കാരണം നമുക്കറിയാം, നമ്മളുടെ എഞ്ചിനാണ് നമ്മുടെ ഹൃദയം. നിർത്താതെ 24 മണിക്കൂർ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഹൃദയത്തിന് വേണ്ടി നമുക്ക് നമ്മളുടെ ചിലപ്പോൾ ജീവിത രീതിയിൽ അല്പം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, നമ്മുടെ ഭക്ഷണ രീതിയിൽ അല്പം മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, പ്രോപ്പർ ആയിട്ടുള്ള സപ്ലിമെന്റ്സ് ഒരു പക്ഷെ നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ വിഷയം ആന്റി ഓക്സിഡൻസ് എന്താണ്. ഞാൻ പറഞ്ഞു ഐപ്പൾസ് എന്ന് പറയുന്ന ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ആണ്. എന്താണ് ആന്റി ഓക്സിഡൻസ്? ആന്റി ഓക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ ഓക്സിജന്റെ പ്രവർത്തനം മൂലം നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസ് എന്ന് പറയുന്ന കേടുവന്ന കോശങ്ങൾ ഉണ്ടാവും. എളുപ്പം മനസ്സിലാകാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ ഓക്സിജന് ഒരു നശീകരണ സ്വഭാവമുണ്ട്. ഇരുമ്പിനെ തുരുമ്പിപ്പിക്കുന്നത് പോലെ നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ പ്രവർത്തിച്ച് എന്ത് ചെയ്യും? നമ്മുടെ സെല്ലുകളെ നാശമാക്കുന്നുണ്ട്. നമുക്ക് ജീവിക്കാൻ ഓക്സിജൻ വേണം, പക്ഷെ അതേ സമയത്തിന് ഇതിന്റെ ഒരു നശീകരണ പ്രവണതയാണ് നമ്മുടെ ശരീരത്തിൽ ഫ്രീ റാഡിക്കൽസിനെ ക്രിയേറ്റ് ചെയ്യും. ഈ ഫ്രീ റാഡിക്കൽസിനെ ഇല്ലാതാക്കണമെങ്കിൽ നമ്മളുടെ ഭക്ഷണത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘടകമാണ് ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്റി ഓക്സിഡൻസ് പലതരത്തിലുണ്ട്. ഒരു വെറൈറ്റി ഓഫ് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഒരു പർട്ടിക്കുലർ ടൈപ്പ് മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ആന്റി ഓക്സിഡന്റുകൾ ഉണ്ട്. നമുക്ക് വെറൈറ്റി ഓഫ് ഭക്ഷണങ്ങളിൽ നിന്നാണ്, ഡിഫറെന്റ് ആയിട്ടുള്ള ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് എന്നൊക്കെയാണ് നമുക്ക് ധാരാളമായിട്ട്, ഗ്രീൻ ലീവ്സ്, ഇതിൽ നിന്നൊക്കെയാണ് നമുക്ക് ധാരാളം ആന്റി ഓക്സിഡൻസ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഡയറ്ററി ആയിട്ടുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഡയറ്ററി ആയിട്ട് കിട്ടാത്ത, ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റി ഓക്സിഡൻസും ഉണ്ട്. നമ്മൾ പ്രോപ്പർ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില ആന്റി ഓക്സിഡൻസ് നമുക്ക് കിട്ടും. എല്ലാ ആന്റി ഓക്സിഡൻസും കിട്ടുന്നല്ല പറഞ്ഞു. ഇതിനോടൊപ്പം നമുക്ക് ഡയറ്ററി ആയിട്ടുള്ള ഒരുപാട് ആന്റി ഓക്സിഡൻസിന്റെ ആവശ്യമുണ്ട്. പ്രധാനമായിട്ടും നല്ല കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതേപോലെ തന്നെ ഗ്രീൻ ലീവ്സ്, ഇതിലൊക്കെ നമുക്ക് ധാരാളം ആന്റി ഓക്സിഡൻസ് കിട്ടും. കരാറ്റിനോയിഡ്സ് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ ഐപ്പൾസിലേക്ക് വരുമ്പോൾ, ഐപ്പൾസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഫ്രൂട്ട് എന്ന് പറയുന്നത് അസൈബറിയാണ്. ലോകത്തിലെ തന്നെ ഒരു സൂപ്പർ ഫ്രൂട്ട് എന്നാണ് അസൈബറി അറിയപ്പെടുന്നത്. ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള പഴങ്ങളിലും പച്ചക്കറികളിലും ഇലക്കറികളിലും ഒക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ആന്റി ഓക്സിഡന്റ് ഉള്ള ഒരു ഫ്രൂട്ടാണ് അസൈബറി എന്ന് പറയുന്നത്. അതിന്റെ ഒരു ന്യൂട്രീഷണൽ വാല്യൂ നമുക്ക് കൗണ്ട് ചെയ്യുന്നത് ഒറാക്സ് സ്കോർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇതിനെ മെഷർ ചെയ്യുക. അത് എന്താ പറയാ, നമ്മുടെ നാട്ടിലെ തണ്ണിമത്തനുമായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1027 മടങ്ങാണ് അസൈബറിയിലുള്ള ആന്റി ഓക്സിഡന്റിന്റെ അളവ് എന്ന് പറയുന്നത്. അപ്പൊ ചെറിയൊരു ക്വാണ്ടിറ്റി കഴിച്ചാലും അത്രയും അധികം ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ട്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ആന്റി ഏജിങ്ങിന്, ഇന്ന് നമ്മളൊക്കെ വളരെ ഫാസ്റ്റർ ഏജിങ്ങിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രായമൊക്കെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു ഏജ് അല്ല നമ്മുടെ ശരീരത്തിൽ നിന്നുള്ളത്. ഒരു പക്ഷേ 40 വയസ്സുള്ള ഒരു വ്യക്തിയുടെ ഹൃദയത്തിന്റെ ആരോഗ്യം, അകത്തുള്ള സെല്ലുകളുടെ ഏജ് ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലതും ഓൾറെഡി ചിലപ്പോൾ 70, 80 ഒക്കെ ആയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് 70, 80 ഒക്കെ വരുന്ന അസുഖങ്ങൾ നേരത്തെ വരുന്നത്. നമ്മുടെ ഏജിങ് ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുഖത്തൊക്കെ പെട്ടെന്ന് ചുളിവുകൾ വരുന്നു, നമ്മുടെ മുടിയൊക്കെ പെട്ടെന്ന് നരയ്ക്കുന്നു. അപ്പോൾ ഏജിങ് പ്രോസസ്സ് വന്നിട്ട് വളരെ ഫാസ്റ്റ് ആണ്. ഇതിനെ റിവേഴ്സ് ചെയ്യാനായിട്ട്, നമുക്കൊരു ഹെൽത്തി ഏജിങ് കിട്ടാനായിട്ട് ഇത് വളരെ എഫക്റ്റീവ് ആണ്. അടുത്തത്, ഈ ഒരു അസൈബറിയിലുള്ള ചില ആന്റി ഓക്സിഡന്റുകൾക്ക് നമ്മുടെ ശരീരത്തിലുള്ള ക്യാൻസർ സെല്ലുകളുടെ സ്പ്രെഡ് ആവുന്നത് തടയാനും കില്ല് ചെയ്യാനുമുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് എന്ന് 60ഓളം ഇന്റർനാഷണൽ സ്റ്റഡി റിപ്പോർട്ട്സ് തെളിയിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും മികച്ച ഒരു ഇമ്മ്യൂൺ സപ്പോർട്ടറാണ്. അത് മാത്രമല്ല, നാസ ആസ്ട്രോനട്സിന് വേണ്ടിയിട്ടൊരു ഒരു ഡ്രിങ്ക്, ഒരു ഹെൽത്ത് ഡ്രിങ്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് AS10 അഥവാ ആസ്ട്രോനട്ട് 10 എന്നാണ്. ആ ഒരു ആസ്ട്രോനട്ട് 10ലെയും പ്രധാന കണ്ടന്റ് എന്ന് പറയുന്ന അസൈബറിയാണ്.
ആസ്ട്രോനട്സിന് ഈ ഒരു ഡ്രിങ്ക് കൊടുക്കാനുള്ള റീസൺ എന്ന് പറയുന്നത് ബഹിരാകാശത്ത് പോകുമ്പോൾ സീറോ ഗ്രാവിറ്റി അതേപോലെ തന്നെ ഹൈ റേഡിയേഷൻ ആണ്. സീറോ ഗ്രാവിറ്റിയും ഹൈ റേഡിയേഷനുമാണ്. ഇതിൽ നിന്ന് അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവർക്ക് സ്കിൻ ക്യാൻസർ പോലുള്ള പ്രോബ്ലംസ് വരാനും പ്രതിരിക്കാനും അവരുടെ ഫാസ്റ്റർ ഏജിങ്ങിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവർക്ക് എന്ത് കൊടുക്കുന്നത്, AS10 കൊടുക്കുന്നത്. ഇതേ അസായി ബെറിയോടൊപ്പം ലോകത്തിലെ ഏറ്റവും മികച്ച 14ഓളം അതർ ഫുഡ്സിന്റെയും ഒരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഹെൽത്ത് ഡ്രിങ്ക് ആയിട്ടാണ് നമ്മുടെ ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഐപ്പൾസിൽ 14% അസായിബെറി എന്ന് പറയുന്ന ഫ്രൂട്ടിന്റെ കണ്ടന്റ് ഉള്ളത്. അതൊരു ഫ്രീസ് ഡ്രൈഡ് പൗഡർ ഫോർമാറ്റിലാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രീസ് ഡ്രൈഡ് പൗഡർ. എന്താ അതിന്റെ പ്രത്യേകത? -80°C ഫ്രീസ് ഡ്രൈ ചെയ്ത് പ്രോസസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു ഫ്രൂട്ട് ആ മരത്തിൽ നിൽക്കുമ്പോൾ എത്രത്തോളം ഫ്രഷും ന്യൂട്രിയൻസും ഉള്ളതാണോ അത് അതുപോലെ തന്നെ ഒരുപാട് കാലത്തേക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും, വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാതെ തന്നെ. അതാണ് ഈ ഒരു ഫ്രീസ് ഡ്രൈയിങ് പ്രോസസ്സിന്റെ പ്രത്യേകത. അങ്ങനെ ഫ്രീസ് ഡ്രൈഡ് പൗഡർ ആയിട്ടാണ് ഇത് നമ്മളുടെ ഐപ്പൾസിനകത്ത് എന്ത് ചെയ്തിട്ടുള്ളത്, ആഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫ്രൂട്ടിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ടേസ്റ്റ്ലെസ് ആണ്. ഇതിന് ടേസ്റ്റ് ഇല്ല. അസായിബെറി എന്ന് പറയുന്ന ഫ്രൂട്ടിന് എന്തില്ല, ടേസ്റ്റ് ഇല്ല. നമ്മൾ ഐപ്പൾസ് ഒക്കെ കുടിക്കുമ്പോൾ നമുക്ക് നാവിൽ ചെറിയ ഗ്രാനുൾസ് പോലെ ഒരു നമുക്ക് കാണാൻ പറ്റും, പക്ഷെ അതിനൊരു ടേസ്റ്റ് നമുക്ക് സ്പെഷ്യലി ഫീൽ ചെയ്യാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ് അസായിബെറി എന്ന് പറയുന്നത്. അതിനോടൊപ്പം മറ്റ് ബെറീസ് ആൻഡ് നോൺ ബെറീസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൽ വരുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, ഒരു എന്താ പറയുക, ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മനുഷ്യന് അയാളുടെ ശരീരത്തിലേക്ക് വേണ്ട ശരിയായ റിപ്പയറിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ, ഓരോ ദിവസവും നമ്മുടെ ശരീരത്തിൽ നടക്കേണ്ട റിപ്പയറിംഗ് പ്രോസസ്സ് ഭംഗിയായിട്ട് നടക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് ഏകദേശം 5000 ഒറാക്കിന്റെ ന്യൂട്രീഷൻ ആണ്. 5000 ഒറാക്കിന്റെ ന്യൂട്രീഷൻ നമുക്ക് ഡെയിലി ആവശ്യമുണ്ട്. പക്ഷെ ഇന്ന് പറയപ്പെടുന്ന കാര്യം, നമ്മളുടെയൊക്കെ ഭക്ഷണത്തിലൂടെ വളരെ ഹെൽത്തി ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് പോലും ഒരു 2000 ഒറാക്കൊക്കെയാണ് നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടാനുള്ള സാധ്യതയുള്ളത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നത് വളരെ കുറവുള്ള ആൾക്കാരാണെങ്കിൽ, ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ന്യൂട്രീഷന്റെ വാല്യൂ കൺസിഡറബിളി ലോ ആയിരിക്കും. അത്രയും കുറവായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇത്രയും കിട്ടാതെ വന്നാൽ എന്തു പറ്റും? നമ്മുടെ കോശങ്ങളുടെ റീജുവനേഷനും റീജുവനേഷനും പ്രോപ്പറായിട്ട് നടക്കാതെ വരികയും കണ്ടിന്യൂസ്ലി ഈ പ്രോസസ്സ് നടക്കാതെ വരുമ്പോൾ നമ്മളുടെ കോശങ്ങൾ ഡാമേജ് ആയി നമ്മുടെ ഓർഗൻസ് തന്നെ ഡാമേജ് ആവുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഐപ്പൾസ് കഴിക്കുമ്പോൾ നമുക്ക് എന്താ ബെനിഫിറ്റ് കിട്ടുക? ഒരു 60 മില്ലി നമ്മൾ ഐപ്പൾസ് കഴിക്കുമ്പോൾ തന്നെ ഒരു എന്താ പറയുക 7000 ഒറാക്കിന്റെ ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിന് കിട്ടുകയാണ്. അത് ഡിഫറെന്റ് വെറൈറ്റീസിലുള്ള ആന്റി ഓക്സിഡൻസ് നമുക്ക് കിട്ടുകയാണ്. ആന്റി ഓക്സിഡൻസ് മാത്രമല്ല ഐപ്പൾസിലുള്ളത്, ഇതിൽ വളരെ വെറൈറ്റി ഓഫ് ആന്റി ഓക്സിഡൻസ് ഉണ്ട്, അമിനോ ആസിഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, വൈറ്റമിൻ സി നമുക്ക് കിട്ടുന്നുണ്ട്, കെരാറ്റിനോയിഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്, ബയോഫ്ലവനോയിഡ്സ് നമുക്ക് കിട്ടുന്നു. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ന്യൂട്രിയൻസ് നമ്മളുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടേണ്ടത് നമുക്ക് ഈ ഒരു ഐപ്പൾസിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ 60 മില്ലി എന്ന് പറയുന്നത് 7000 ഒറാക്കാണ്. അപ്പൊ നമ്മുടെ ശരീരത്തിന് 5000 മതി. എക്സ്ട്രാ ഉള്ളത് എന്ത് ചെയ്യും? നമ്മളുടെ ലിവറിൽ സൂക്ഷിച്ചു വെക്കും. ഇതൊരു അഡീഷണൽ ഡിഫൻസ് സിസ്റ്റം ആയിട്ട് ആക്ട് ചെയ്യും. എക്സ്ട്രാ വരുന്ന ആന്റി ഓക്സിഡൻസിനെ നമ്മുടെ ലിവർ സൂക്ഷിച്ചു വെക്കുകയും ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ ഒരു റിസർവ് ഫോഴ്സ് പോലെ, നമുക്കറിയാലോ ചില കലാപങ്ങളോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഒരു റിസർവ് ഫോഴ്സ് ഉപയോഗിക്കും. കാരണം അങ്ങനെ ഒരു റിസർവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുപോലെ നമ്മളുടെ ഇമ്മ്യൂണിറ്റിക്ക് പുറമെ, ബേസിക് ഇമ്മ്യൂണിറ്റിക്ക് പുറമെ ഒരു റിസർവ് ഫോഴ്സ് ആയിട്ട് ഇത് ആക്ട് ചെയ്യും. അതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഇനി അസായിബെറി കൂടാതെ ഇതിനകത്ത് എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട്? പൈനാപ്പിൾ ഉണ്ട്, പിയർ ഉണ്ട്, ബ്ലാക്ക്ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, പ്രൊമോഗ്രാനേറ്റ് ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, ആപ്പിൾ ഉണ്ട്, കിവി ഫ്രൂട്ട് ഉണ്ട്, വൈറ്റ് ഗ്രേപ്പ് ഉണ്ട്, ചെറി ഉണ്ട്, ബനാന ഉണ്ട്, കോൺകേർഡ് ഗ്രേപ്പ് ഉണ്ട്, അതേപോലെ തന്നെ ഓറഞ്ച് ഉണ്ട്, മൾബറി ഉണ്ട്. ഇത്രയും ഫ്രൂട്ട്സ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഫ്രൂട്ട്സ് ഒക്കെ കൂടി എടുത്ത് മിക്സിയിലിട്ട് ജ്യൂസ് അടിച്ചിട്ട് അല്ല നമുക്ക് തരുന്നത്. ഓരോ ഫ്രൂട്ടിൽ നിന്നും ഏത് ഘടകങ്ങളാണോ നമ്മളുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് ആ ഘടകങ്ങൾ മാത്രം സയന്റിഫിക്കലി വേർതിരിച്ചെടുത്ത് ആ എക്സ്ട്രാക്റ്റുകൾ മാത്രം എടുത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് കോൺകേർഡ് ഗ്രേപ്പ് എന്ന് പറയുന്ന കറുത്ത മുന്തിരി, വിത്തുള്ള കറുത്ത മുന്തിരി ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ വിത്തുള്ള കറുത്ത മുന്തിരിയുടെ വിത്തിന്റെ ഉള്ളിലുള്ള ഗ്രേപ്പ് സീഡ് എക്സ്ട്രാക്ട് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ ഗ്രേപ്പ് മുഴുവനോടെ
ഉപയോഗിച്ചേക്കല്ല. അപ്പൊ ഓരോ ഫ്രൂട്ടിൽ നിന്നും എന്താണോ ആവശ്യമുള്ളത് അത് മാത്രം വേർതിരിച്ചെടുത്ത് സയന്റിഫിക്കലി ബ്ലെൻഡ് ചെയ്തേക്കുവാണ്. പൂർണ്ണമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരേ ഒരു ഫ്രൂട്ട് ഇതിനകത്ത് അസൈബറിയാണ്. കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അസൈബറിയാണ്. ഇനി ഇങ്ങനെ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുവാണെങ്കിൽ എന്താ ഗുണം? നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഇത് ന്യൂട്രലൈസ് ചെയ്യും, പതുക്കെ പതുക്കെ ഇല്ലാതാക്കും. അപ്പൊ അതിന്റെ ഗുണം എവിടെയൊക്കെ കിട്ടും എന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിൻ മുതൽ പാദം വരെ എല്ലാ ഓർഗൻസിലും സെല്ലുകളാണ് അല്ലെ. നമ്മുടെ ശരീരം മുഴുവൻ കോശങ്ങൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓരോ ഓർഗണും അതിനകത്ത് വ്യത്യാസമില്ല. സെല്ലുലാർ ലെവലിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ തല മുതൽ പാദം വരെ എല്ലാ അവയവങ്ങൾക്കും ഇത് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഫ്രീ റാഡിക്കൽസിനെ ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും. ഇനി എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് നമുക്ക് ഐപ്പിൾസ് കഴിച്ചാൽ കിട്ടുക? ജനറൽ ഞാൻ പറയാം, നമുക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇത് കഴിക്കുന്നതെന്ന് വിചാരിക്കുക. പ്രത്യേകിച്ച് ഒരു അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി ഇത് കഴിക്കുകയാണെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ അയാൾക്ക് കിട്ടും? ഫസ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളുടെ ഡൈജഷൻ ബെറ്റർ ആക്കാനും നമ്മുടെ മോഷൻ കറക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യും. ഡൈജഷൻ ബെറ്റർ ആക്കാനും നമ്മുടെ മോഷൻ കറക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യും. നമുക്കറിയാം, ആയുർവേദ ഡോക്ടേഴ്സിനെയൊക്കെ നമ്മൾ പോയി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ചെന്നാൽ ആദ്യം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വയറ്റിൽ നിന്ന് പോകുന്നത് എങ്ങനെയുണ്ട്, ഇല്ലേ? ശരിയല്ലേ? അതിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് പല അസുഖങ്ങളുടെയും ബേസിക് റീസൺ ചിലപ്പോൾ അത് തന്നെയായിരിക്കും, ഡൈജഷൻ കറക്റ്റ് അല്ല. അപ്പൊ ഡൈജഷൻ കറക്റ്റ് ചെയ്യാനും നമ്മുടെ മോഷൻ കറക്റ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യും, ഒരു ബെനിഫിറ്റ്. രണ്ട്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും, നമ്മുടെ രക്തോട്ടം മെച്ചപ്പെടുത്താൻ സപ്പോർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ഓവറോൾ എനർജി ലെവൽ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ആവും. നമ്മുടെ ഓരോ കോശങ്ങളിലേക്കും നമ്മുടെ ഓരോ ഓർഗൻസിലേക്കും വേണ്ടത്ര അളവിൽ, ശരിയായ അളവിൽ ബ്ലഡ് എത്തിയാൽ മാത്രമേ രക്തത്തിലൂടെ ആ അവയവങ്ങൾക്ക് കിട്ടേണ്ട ഘടകങ്ങൾ കൃത്യമായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ കിട്ടിയാൽ മാത്രമേ അത് എനർജറ്റിക് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ കുറേയും കൂടി എനർജറ്റിക് ആവും. മൂന്ന്, നല്ല ക്വാളിറ്റിയുള്ള ഉറക്കം കിട്ടാൻ തുടങ്ങും, നല്ല സുഖമുള്ള ഉറക്കം കിട്ടാൻ തുടങ്ങും. നാല്, നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന സാധ്യത കുറയും. അതിനൊപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിനെ കൂടുതൽ ചെറുപ്പമാകാൻ സഹായിക്കും. ആർക്കാ താല്പര്യമില്ലാത്ത? എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് ചെറുപ്പമാവുക എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്ന് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങളെയും അതിന്റെ യഥാർത്ഥ ഏജിലേക്ക് കൊണ്ടുപോകാനായിട്ട് സപ്പോർട്ട് ചെയ്യും, അതിന്റെ ഒറിജിനൽ ഏജിലേക്ക്. ഇന്ന് നമ്മൾ ഫാസ്റ്റർ ഏജിങ്ങിൽ നിന്ന് ഒറിജിനൽ ഏജിങ് പ്രോസസ്സിലേക്ക് കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യും. ഇനി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ പ്രൊഡക്റ്റിന് എന്തെല്ലാം ബെനിഫിറ്റുകളുണ്ട്? ഒന്ന്, കാർഡിയോ വാസ്കുലാർ ബെനിഫിറ്റ്. ഹൃദയവുമായിട്ടും ബ്ലഡ് സർക്കുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ ശക്തിപ്പെടുത്താനായിട്ട് സഹായിക്കും, അതിന്റെ എലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട് സഹായിക്കും. ഒന്ന്. രണ്ട്, രക്തം പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാൻ സഹായിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ത്രെട്ട് എന്താണ്? കോവിഡ് വാക്സിൻ എടുത്തുപോയ ആൾക്കാരുകളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ പേടി എന്താണ്? ബ്ലഡ് ക്ലോട്ട് ആവാൻ ചാൻസ് ഹൈ ആണ്. ഓൾറെഡി അത് എല്ലാവരും അനൗൺസ് ചെയ്തു, സെൻട്രൽ ഗവൺമെന്റ് തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. ബ്ലഡ് ക്ലോട്ട് ആവാനും ഹാർട്ട് അറ്റാക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. നാച്ചുറലി നമ്മളുടെ ബ്ലഡിനെ തിന്നാക്കാനും പ്ലേറ്റ്ലെറ്റ് പെട്ടെന്ന് കട്ട പിടിക്കാതിരിക്കാനും നമ്മളെ സഹായിക്കും ഐപ്പിൾസ്. നമ്മുടെ കൊളസ്ട്രോൾ ലെവൽസ് അഥവാ ലിപ്പിഡ് പ്രൊഫൈല് ബാലൻസ് ചെയ്യാനും ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും. അടുത്തത്, ഇത് നമ്മുടെ കോശങ്ങളെ, ആന്റി ഓക്സിഡന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ കോശങ്ങളെ ശക്തിപ്പെടുത്തും, ഫ്രീ റാഡിക്കൽസ് ഇല്ലാതാക്കും, നമ്മുടെ സെല്ലുകൾക്ക് ചുറ്റുമുള്ള മെംബ്രെയിൻ ശക്തിപ്പെടുത്തും, നമ്മുടെ ശരീരത്തിൽ പവർഫുൾ ആയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് നിറച്ചുകൊണ്ട് ഒരു ഡിഫൻസ് സിസ്റ്റം സ്ട്രോങ് ആക്കും. ഇതിനും അപ്പുറം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ചെയ്യും. നമ്മുടെ ഓവറോൾ ഇമ്മ്യൂണിറ്റി ഇംപ്രൂവ് ചെയ്യുന്ന ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് കൂടാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻസ് ബിൽഡ് ചെയ്യാനായിട്ട്, നമുക്കറിയാം നമ്മളുടെ മസിലുകൾ ശക്തിപ്പെടുത്താനും അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന്റെ യഥാർത്ഥ റീബിൽഡിങ് പ്രോസസ്സ് നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. ഇത് ശരീരം തന്നെ നിർമ്മിക്കാനായിട്ട് സഹായിക്കും. നമ്മുടെ കോശങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്.
ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആക്കാനായിട്ട് സഹായിക്കും. ഈ കമ്മ്യൂണിക്കേഷൻ ശരിയല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ റെസ്പോൺസ് സിസ്റ്റം ഭയങ്കര സ്ലോ ആവും. നമുക്കൊരു മന്ദത ബാധിക്കും. നമ്മുടെ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ സ്ലോ ആയി കഴിഞ്ഞാൽ ആ കമ്മ്യൂണിക്കേഷനെ ഫാസ്റ്റ് ആക്കുക വഴി നമ്മുടെ അലേർട്ട്നെസ്സും എൻഡുറൻസും നമ്മുടെ പെർഫോമൻസും എല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. അടുത്തത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, റിലീവ്സ് ഇൻഫ്ലമേഷൻ അഥവാ നീർക്കെട്ടുകൾ കുറയാനായിട്ട് സഹായിക്കും. നമ്മുടെ ശരീരത്തിൽ ഏതെല്ലാം ഭാഗങ്ങളിൽ നീർക്കെട്ടുകൾ ഉണ്ടോ ഇതിനെ കുറയ്ക്കാനായിട്ട് ഐപ്പൾസ് വളരെ എഫക്റ്റീവായിട്ട് സപ്പോർട്ട് ചെയ്യും. നീർക്കെട്ടുകൾ മൂലമുണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ശ്വാസം മുട്ട് അഥവാ ആസ്മ എന്ന് പറയുന്ന കണ്ടീഷൻ. ഒരുപാട് ആളുകൾ നമ്മുടെ ശ്വാസകോശത്തിൽ നീർക്കെട്ട് വരുന്നതാണ്, ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ആണ്. ഒരുപാട് ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഐപ്പൾസ് കഴിച്ചുകൊണ്ട്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നീർക്കെട്ടുകൾ കുറയ്ക്കാൻ ഇത് എഫക്റ്റീവാണ്. അതുപോലെ തന്നെ ബാക്ടീരിയാസിനും വൈറസിനും എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ്, ആന്റി ക്യാൻസറസ് ബെനിഫിറ്റ്. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. അതുപോലെ തന്നെ നമ്മൾ വേണ്ടപ്പെട്ട ആളുകളോട് പറയുമ്പോഴും നമ്മൾ ഇത് ശ്രദ്ധിക്കണം. ഇത് ക്യാൻസർ സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും. 1, ക്യാൻസറിന്റെ സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും. 2, ക്യാൻസർ പേഷ്യൻസിന് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും. QOL, ക്വാളിറ്റി ഓഫ് ലൈഫ്. എന്താണത്? ഇപ്പോ നമുക്കറിയാം, ഒരു ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി കീമോതെറാപ്പി ആവാം, റേഡിയേഷൻ തെറാപ്പി ആവാം. ഇത് മൂലം ശരീരത്തിന് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം കേടായ കോശങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ ഹെൽത്തി ആയ കോശങ്ങളും കൂടി അതിന്റെ കൂട്ടത്തിൽ ഡാമേജ് ആവുന്നുണ്ട്. അപ്പൊ ഇതിനെ റിപ്പയർ ചെയ്യാനും ആ ഒരു ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളുടെ ഡാമേജ് റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു പ്രൊഡക്റ്റ് വലിയ അളവിൽ സപ്പോർട്ട് ചെയ്യും. നമുക്കറിയാം, ക്യാൻസർ ഉള്ള ആളുകളൊക്കെ ഹൈ ആന്റി ഓക്സിഡൻസ് അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട്. ഹൈ ആന്റി ഓക്സിഡൻസ് അവർക്ക് വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് അവർക്ക് വളരെ യൂസ്ഫുൾ ആണ്. അടുത്തത് നമ്മുടെ നാഡീഞരമ്പുകൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ആണ്. ഇത് നമ്മുടെ നാഡീഞരമ്പുകളെ ശക്തിപ്പെടുത്താനും അതുവഴി നമ്മളുടെ മെമ്മറി, നമുക്കറിയാം നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ ആണ്. ആ ബ്രെയിനിനെ ശക്തിപ്പെടുത്തുക വഴി നമ്മുടെ ഓർമ്മശക്തി ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ മെന്റൽ ക്ലാരിറ്റി, നമുക്ക് എന്ത് കാര്യത്തിനും വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് അനലൈസ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുന്നുണ്ടാവും. ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആന്റി ഡയബറ്റിക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. എന്താ ആന്റി ഡയബറ്റിക് ബെനിഫിറ്റ്സ്? പ്രമേഹമുള്ള ആളുകൾക്ക് ഐപ്പൾസ് ഐകോഫിയോടൊപ്പം അവർ ഉപയോഗിക്കാം എന്നുണ്ടെങ്കിൽ അവർക്ക് പ്രമേഹ സംബന്ധമായിട്ടുള്ള സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് വളരെ ഫാസ്റ്റ് ആയിട്ട് റിവേഴ്സ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. വളരെ ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിലേക്ക് അവരുടെ വേദനകൾ, അവരുടെ കൈകാലിലുള്ള തരിപ്പുകൾ, അങ്ങനെയുള്ള ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസിന് അവർക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ആളുകൾ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കൂടി ഞാൻ പറയാം. 1, ഇത് പ്രമേഹം ഇല്ലാത്തവർക്ക് കഴിക്കാമോ? പ്രമേഹം ഇല്ലാത്തവർക്ക് കഴിക്കാം, പ്രമേഹം ഉള്ളവർക്കും കഴിക്കാം, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കഴിക്കാം. എല്ലാ ഏജ് കാറ്റഗറിക്കും, 3 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതൽ ഏത് ഏജ് കാറ്റഗറിക്കും, ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അടക്കം സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് ഏത്? ഐപ്പൾസ് എന്ന് പറയുന്നത്. ഞാൻ എൻ്റെ മോൾക്ക് 3-ാം മാസം മുതൽ ഇപ്പൊ 2 വയസ്സ് പ്രായമുണ്ട്, ഇതുവരെ കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഏത്? ഐപ്പൾസ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും വിശ്വസിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. 2, ബ്ലഡ് പ്രഷർ ഉള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാം. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷറിലൊക്കെ നമുക്ക് കൺട്രോള് കിട്ടാൻ തുടങ്ങും. ഡ്യൂറേഷൻ, എത്ര കാലം കഴിക്കണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമം നമ്മൾ ഹെൽത്ത് സപ്ലിമെന്റ്സ് എന്ത് തന്നെ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു സെല്ലുലാർ സൈക്കിൾ എങ്കിലും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഒരു 100 മുതൽ 120 ദിവസമാണ് ഒരു സെല്ലുലാർ സൈക്കിൾ എന്ന് പറയുന്നത്. നമ്മളുടെ ഒരു സെറ്റ് ഓഫ് നമ്മുടെ ബ്രെയിനും മജ്ജയും ഒഴിച്ച് നമ്മളുടെ മെജോറിറ്റി ഓഫ് നമ്മുടെ ശരീരത്തിലെ കോശങ്ങളും ഒരു 90 മുതൽ 120 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പഴയത് പോയി പുതിയത് ഉണ്ടായി വരുന്നുണ്ട്. ഈ ഒരു പീരീഡ് എങ്കിലും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് പോലെ ശരിയായ രീതിയിൽ ശരിയായ അളവിൽ കഴിച്ചാൽ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ശരിയായ അളവിൽ കഴിക്കണം, ശരിയായ സമയത്ത് കഴിക്കണം. അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പുതിയതായിട്ട് വരുന്ന കോശങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളായിരിക്കും. നമ്മുടെ ശരീരത്തിന്റെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി വളരെ ഹൈ ആയിരിക്കും. നമ്മുടെ ടോക്സിൻസ് ഒക്കെ ഒന്ന് പുറത്തു പോയിട്ട് നമ്മുടെ ശരീരം ഓവറോൾ ഒന്ന് വൃത്തിയായിട്ട് സർവീസ് ചെയ്യപ്പെടും.
ഇപ്പൊ നമ്മൾ കാറൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ബൈക്കൊക്കെ വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ നമ്മുടെ വാഹനം ഒരു ഇത്ര കിലോമീറ്റർ ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സർവീസ് ചെയ്യും അല്ലേ? ശരിയല്ലേ? എന്തിനാണ് അതിന്റെ ഓയിലും ഒക്കെ മാറി നട്ടും ബോട്ടൊക്കെ മുറുക്കി അതിനെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നത്? എന്താണ്? ആ എഞ്ചിൻ അതിന്റെ മാക്സിമം പെർഫോമൻസ് കൂടുതൽ കാലം 1,00,000 കിലോമീറ്റർ ഓടാൻ ഡിസൈൻ ചെയ്താണെങ്കിൽ 1,00,000 ഓടണമെങ്കിൽ എന്ത് വേണം? സമയത്ത് വൃത്തിയായിട്ട് സർവീസ് ചെയ്യണം. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു സർവീസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴ്സ് നമ്മൾ ഐപൾസ് കഴിക്കുക എന്ന് പറയുന്നത്. ഒരു 3 to 4 months കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് നമ്മൾ കഴിക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ കോശത്തിനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് സർവീസ് ആണ്. വർഷത്തിൽ ഒരു കോഴ്സ് ഒരു 3 months നമ്മൾ കഴിച്ചാൽ അത് മതി നമ്മളെ ഹെൽത്തി ആയിട്ട് 1-1.5 വർഷം നമ്മളെ കൊണ്ടുപോകാനായിട്ട്. ആഫ്റ്റർ ദാറ്റ് ഒരു പക്ഷെ നമ്മൾ ഒരു കോഴ്സും കൂടി എടുക്കേണ്ടി വരാം. കാരണം ഇത് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടിന്യൂസ്ലി വിഷാംശങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊരു പക്ഷേ ഒരു സർവീസ് വേണ്ടി വരും. ഇത് കഴിക്കേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ എംപ്റ്റി സ്റ്റൊമക്ക് എഴുന്നേറ്റ വഴിക്ക് നമുക്ക് കഴിക്കാം. രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിന് മിനിമം അരമണിക്കൂറെങ്കിലും മുന്നേ ആണ് ഇത് കഴിക്കേണ്ടത്. 30 മില്ലിയാണ് ഒരു നേരം കഴിക്കേണ്ടത്. 2 നേരം 30 മില്ലി വീതം. അപ്പൊ 60 മില്ലിയാണ് ഒരു ദിവസത്തെ ഒരു പ്രായപൂർത്തിയായ ഒരു വ്യക്തിക്ക് കഴിക്കേണ്ട അളവ് എന്ന് പറയുന്നത്. ഇത് എന്താ പറയാ, പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഐപൾസ് 1 ലിറ്റർ ബോട്ടിലാണ്. ഈ ബോട്ടിൽ പൊട്ടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിഫറബിളി അത് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ കുഴപ്പമില്ല. ചൂടുള്ള ക്ലൈമറ്റിലൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ കീപ്പ് ചെയ്യണം. തണുപ്പ് പ്രശ്നമുള്ള ആളുകൾക്ക് അത് എടുത്ത് കുറച്ചു നേരം ഉപയോഗിക്കുന്നതിന് മുന്നേ കുറച്ചു നേരം എടുത്തു വെച്ചാൽ തണുപ്പ് മാറി, അല്ലെങ്കിൽ ഈക്വൽ ക്വാണ്ടിറ്റി ചെറു ചൂടുവെള്ളത്തിൽ ഡയല്യൂട്ട് ചെയ്തും ഇത് കഴിക്കുന്നതിൽ തെറ്റില്ല. അതിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. 30 മില്ലിക്ക് 30 മില്ലിയിൽ കൂടുതൽ വെള്ളം ചേർക്കരുത്. മാക്സിമം 30 മില്ലി വരെ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റും. ഓക്കെ. ആൻഡ് ഡ്യൂറിങ് പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ, പ്രഗ്നൻസി പീരീഡിലും മുലയൂട്ടുന്ന അമ്മമാർക്കും ഇത് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ്. യാതൊരു തരത്തിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല. ഈവൻ ICUവിൽ കിടക്കുന്ന പേഷ്യൻസിന് ട്യൂബിലൂടെ പോലും കൊടുക്കാൻ സേഫ് ആയിട്ട് പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഐപൾസ് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മുടെ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ന്യൂട്രീഷൻസും അടങ്ങുന്നതുമായിട്ടുള്ള ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷണൽ മിക്സ് ആണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ഐപൾസ് എന്ന് പറയുന്ന പ്രോഡക്റ്റ്. ഇത് എന്താ പറയുക, നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും അതിനോടൊപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് ജീവിതശൈലി മോഡിഫിക്കേഷൻസും കൂടി നമ്മൾ വരുത്താനും കൂടി റെഡി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബെറ്റർ ആക്കിക്കൊണ്ട് എന്താ പറയുക, ഇൻഫെക്ഷ്യസ് ഡിസീസുകളെയും നമുക്ക് അകറ്റി നിർത്താൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ സെല്ലുലാർ ലെവലിൽ റിജുവനേഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് അകറ്റി നിർത്തി നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനെ വളരെ ഹാപ്പി ആയിട്ട്, കാരണം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഒരു ആരോഗ്യം നല്ലതാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ മാനസികമായിട്ടും നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റും. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു വെൽനസ് സ്റ്റേജിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വരാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആണ് ശരിക്കും പറഞ്ഞാൽ ഐപൾസ് എന്ന് പറയുന്ന ഒരു സൂപ്പർ ബ്രാൻഡ് പ്രോഡക്റ്റ് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്. സോ ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വോയിസ് നോട്ടായിട്ട് ഒന്നുകിൽ എനിക്ക് പേഴ്സണലി അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ലീഡേഴ്സിന് ഇത് അയച്ചു കൊടുക്കുക. അതിനുള്ള ആൻസേഴ്സ് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. സോ അടുത്ത ഒരു KYP സെഷനിൽ അടുത്ത ബുധനാഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ജയ് ഹിന്ദ്, ജയ് വിവ. ഓവർ ടു മിസ്റ്റർ മിഥുൻ. ഇന്ന് ഇന്ത്യയിൽ തന്നെ വലിയ റെവല്യൂഷനായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റാണ്. കഴിഞ്ഞ 11 വർഷമായിട്ട് ഇന്ന് കേരളത്തിലും കേരളത്തിന് പുറത്തുള്ള ജനങ്ങൾ ഇത് കഴിക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് ടെസ്റ്റിമോണിയൽസ് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലാണെങ്കിലും നിങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഈ പ്രോഗ്രാമിനോട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത ആളടുത്ത് ചോദിക്കുകയാണെങ്കിൽ കിട്ടുന്നുണ്ടാവും. ലക്ഷക്കണക്കിന് റിസൾട്ട് വീഡിയോസുകൾ. ഇത് ഇത്രയേ ഉള്ളൂ. ബിപിൻ സാറ് വ്യക്തമായി പറഞ്ഞു, നമ്മൾ മിനിമം ഒരു 120 ദിവസമെങ്കിലും കഴിക്കാൻ നിങ്ങൾ തയ്യാറാവണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ചസ് നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഒരു ബോട്ടിൽ കഴിച്ച് നിർത്തരുത്. ആ ഒരു ബോട്ടിലായിരിക്കും ഇതിൻ്റെ റിസൾട്ട് വന്നു തുടങ്ങുന്നുണ്ടാവുക. അപ്പോൾ
ആദ്യമായി കാണുന്ന വ്യക്തികളാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവണം. നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് റെക്കമെൻഡ് ചെയ്യണം. നിങ്ങളെ ഫാമിലി മെമ്പേഴ്സിലോട്ട് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ ഈ പ്രോഗ്രാമിലോട്ട് ഇൻവൈറ്റ് ചെയ്ത ആള് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തരുന്നുണ്ടാവും. നിങ്ങൾ വേറെ സോഷ്യൽ മീഡിയയിലുള്ള ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഇങ്ങനെയുള്ള സൈറ്റുകളിൽ കയറിയിട്ട് പ്രൊഡക്റ്റ് വാങ്ങി വഞ്ചിതരാവരുത്. കാരണം നമ്മുടെ കമ്പനി ഈ ഒരു ഉൽപ്പന്നം വിൽക്കുന്നത് ഇതിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് തന്നെ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കാൻ തയ്യാറാവുക. അടുത്ത ദിവസം 8 മണിക്ക് നമ്മുടെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റിനെ പറ്റിയിട്ട് നമ്മൾ ഈ സെയിം ലിങ്കിൽ തന്നെ കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. രാത്രി 8 മണിക്കാണ് ആ പ്രോഗ്രാം. അപ്പോൾ ഇന്നത്തെ ഒരു എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ കൂടുതലുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാമിനോട് ഇൻവൈറ്റ് ചെയ്ത ആളടുത്ത് നിങ്ങളൊരു വോയിസ് ആയിട്ട് വിടുകയാണെങ്കിൽ അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് അടുത്തൊരു പ്രോഗ്രാമിൽ കിട്ടുന്നുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇത്രയും സമയം ഈ ഒരു പ്രോഗ്രാം കണ്ട എല്ലാവരെയും കൺഗ്രാജുലേഷൻ ചെയ്യുകയാണ്. ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു രാത്രി ആശംസിക്കുന്നു. താങ്ക് യു.